ജപ്പാണോ? ഭയങ്കര തണുപ്പാണ്. ഇന്ന് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇന്ന് എല്ലാവരും ഇത്തിരി കൂടുതൽ എക്സൈറ്റഡ് ആണെന്നൊരു സംശയം. ഇതാ കണ്ടില്ലേ. സോ ഇനി നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഇത് നമ്മുടെ രഥത്തിൻ്റെ സാരഥി, എൻ്റെ സേട്ടനാണ് ഗൈസ്. അയ്യാട്ടാ അതിൻ്റെ അടയ്ക്ക് കൂടെ. പിന്നെ ബാക്കി നമ്മളെല്ലാം പുറകിലുണ്ട് ഗൈസ്. ട്രിപ്പിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ആൻറ്റിമാരെല്ലാം ട്രിപ്പ് പോകാനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ബിസിയിലായിരുന്നു ഗൈസ്. അങ്ങനെ ട്രിപ്പിൻ്റെ ദിവസം ഞാൻ ബസ്സിനെ ഒരു മിനി കിച്ചണാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു ഗൈസ്. ഉപ്പിലിട്ടത് മുതൽ വാഴക്കൊല വരെ ഉണ്ടായിരുന്നു ഗൈസ് അതിനകത്ത്. പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ കുറ്റം പറഞ്ഞെങ്കിലും ടൂറിൻ്റെ പകുതി വന്നപ്പോൾ തന്നെ ഇതെല്ലാം തിന്നു തീർന്നത് ഞങ്ങൾ തന്നെയാണ് ഓഫ് കോഴ്സ്. Of Kerala, invoking Kannandevan Hills produce, Resumption of Lands Act. സോ ഇന്നത്തെ നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ് കേട്ടോ. പ്രകൃതിയുമായിട്ടൊക്കെ അലിഞ്ഞു ചേരുവാൻ ആഗ്രഹമുള്ളവർക്ക് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. സോ പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങളും കുറേ കാഴ്ചകളും നമുക്കിവിടെ കാണാനുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടികൾ നമ്മൾ പാർക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് വരെയൊക്കെ ഇവരുടെ ബസ്സുകളിൽ നമ്മളെ കൊണ്ടുപോകും. സോ ആ ജേർണി എന്ന് പറഞ്ഞാൽ കുറേ തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്കൂടെ ആയിരിക്കും. അങ്ങനെ ഒരു മലയുടെ അടിവാരത്ത് നമ്മളെ ബസ്സിൽ കൊണ്ടിറക്കും. പിന്നെ നമ്മളൊരു ചെറിയ ഹില്ല് നടന്ന് കയറണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒരു ഉയരമുള്ള മലയുടെ ഏകദേശം ഒരു ടോപ്പിൽ വരെ നമ്മളെ ബസ്സിൽ കൊണ്ടിറക്കും. ബാക്കി നമ്മൾ നടന്നു കയറുമ്പോൾ താഴത്തെ ആ ബാക്കിയുള്ള മലകളുടെയും പ്രദേശങ്ങളുടെയൊക്കെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. സോ നമ്മളിങ്ങനെ പതുക്കെ നടന്നു പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചില അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും ഒന്നും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവരുടെ കാലിൻ്റെ വിഷയങ്ങൾ. സോ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അവർ അതിൽ ഹാപ്പി ആയിട്ട് ഇതെല്ലാം കാണാൻ അവർക്കും പറ്റി. ബാക്കി നടക്കാൻ പറ്റുന്ന ഞങ്ങളെല്ലാം പതുക്കെ നടന്ന് ഈ മലയുടെ മണ്ടയ്ക്ക് കയറി. അങ്ങനെ ആനയൊക്കെ കണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാലാവസ്ഥ അടപടലം മാറി ഗൈസ്. ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഓർത്തു ട്രിപ്പ് ഫ്ലോപ്പ് ആയത്. പക്ഷേ ചില അൺഎക്സ്പെക്റ്റഡ് തിങ്സ് നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുമെന്ന് പറയുന്ന പോലെ ആ മഴ ട്രിപ്പിനെ അടിമുടി മാറ്റിമറിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഓടിക്കൊണ്ടിരുന്ന നല്ല നട്രാണി വെയിലത്തായിരുന്നേ. ഈ മഴ പെയ്തതോടുകൂടെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ അപ്പുറത്ത് നടക്കുന്ന ഇപ്പുറത്ത് കൗഡം വലിയ കൗഡം ബ്ലോഗിനകത്ത് കാണിച്ചത് കൗഡം മഴ അടിച്ചാൽ പുറ അടിക്കും തല അടിക്കും. ഭയങ്കര തണുപ്പാണ് കണ്ടന്റ് പേപ്പർ ഉണ്ടാക്കുന്ന മരമാണ്. ഞാൻ നടക്കുമ്പോൾ
സൗണ്ട് വെക്കുന്നതാണ് നീ പറഞ്ഞേ. ആ മലയിൽ എക്കോ എടുക്കും. നില വിളിക്കാം. അയ്യോ ആനയുടെ കാല് അറിയോ? അയ്യോ പാമ്പ്. അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടെ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ എത്തി. മീൻകറിക്ക് ഒരു ഇത്തിരി എരിവ് കൂടുതലായിരുന്നു എന്നൊരു സംശയം. അതിൻ്റെ പ്രകടനങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കണമായിരുന്നു, പക്ഷേ എരി കാരണം എനിക്ക് നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ലായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയിലെടുത്ത ഒരു ഷോട്ടാണത്. സ്റ്റഫാണോ? സംതൃപ്തി ഞാൻ കാണാൻ പറ്റിയില്ല. അതാണ് മഞ്ഞ്. എനിക്ക് ലിറ്ററലി കാണാൻ പറ്റുന്നില്ല. ആ മഴ സത്യം പറഞ്ഞാൽ ട്രിപ്പിനെ ഇച്ചിരി കൂടെ കളറാക്കി കേട്ടോ. കാരണം പോയ വഴിയെ തന്നെയാണ് തിരിച്ചു വന്നതെങ്കിലും വ്യൂ ഒന്നും അതൊന്നും അല്ലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കുറേ ഓർമ്മകളെ നമ്മുടെ കയ്യിൽ തന്നിട്ട് ഏകദേശം പരിസമാപ്തിയിലൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെയൊക്കെ ലൈഫിനൊരു ചേഞ്ച് ആയിരുന്നു. നമ്മുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് ഒരു മാറ്റം. അത് ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യുകയും ഒക്കെയും ചെയ്തു. നിങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നതായാലും വീടെത്താമെന്നുള്ള സന്തോഷം, അതുപോലെ തന്നെ ട്രിപ്പ് കഴിഞ്ഞു എന്നുള്ള സങ്കടം, ഇത് രണ്ടും കൂടെ ഒരു മിക്സ്ഡ് ഇമോഷനായിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.